ഗുഡ് മോർണിംഗ്. ഞാൻ എണീക്കുന്നതിൻ്റെ മുന്നേ ഇതേ മോൾ എണീച്ച് പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് അവളിങ്ങനെ ടി വി തുറന്നു തരും അമ്മമ്മയെന്ന് പറഞ്ഞിരിക്കുക കേട്ടോ. അന്നേരം ഞാൻ പോയി എടുത്ത് മടിയിലൊക്കെ വെച്ച് പിന്നെ അവൾക്ക് ഉലുവ കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു. കല്ലു കഞ്ഞി കുടിച്ചോ? കുറച്ച് കഴിച്ചേട്ടെ. തീർത്ത് കുടിക്കണേ. അങ്ങനെ ടി വിയും കണ്ട് കഞ്ഞിയൊക്കെ കുടിച്ചതിന് ശേഷം ഞാനെന്ത് പണി ചെയ്ത് കുഞ്ഞിന് ഈ എണ്ണ തേച്ചിട്ടാണ് മേലൊക്കെ കുളിപ്പിക്കൽ. അങ്ങനെ കുറച്ച് നേരം ഈ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ച് എണ്ണ തേച്ചേരം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ തലയിലൂടെ എണ്ണ തേച്ചിട്ട് കുറച്ച് നേരം പിടിക്കട്ടെ. അങ്ങനെ അവൾ പറഞ്ഞു അമ്മമ്മയെ കല്ലുവിനെ കുളിപ്പിച്ച് തരുമെന്ന്. അങ്ങനെ അമ്മയാണേ കല്ലുവിനെ ഇന്ന് കുളിപ്പിക്കുന്നത്. അങ്ങനെ അമ്മമ്മയും കല്ലു മുളക് കുളിപ്പിച്ച് അമ്മ എന്നാൽ കല്ലുവിന് എന്നാണ് അങ്ങനെ കുളിപ്പിച്ച് കിട്ടിയ കല്ലുവിന് ബാക്കി പരിപാടി എനിക്കാണ്. പൗഡർ ഇടിക്കുക, പൊട്ട് തൊടിയിക്കുക, ആ പരിപാടിയൊക്കെ ഞാൻ ഏറ്റെടുത്തതാണ്. മറ്റേ മിന്നൊന്നും ചെയ്യൽ കേട്ടോ. അപ്പോൾ അവളിൽ എന്തോ തിരക്കിലായിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ സുന്ദരിയാക്കിയിട്ട് എൻ്റെ കല്ല് മോളിതാ കുളിച്ച് സുന്ദരി മോളായിട്ട് അപ്പാപ്പ തിന്നാ. ഇനി അമ്മ കുളിക്കട്ടെ പോയിട്ട്. ഇങ്ങോട്ട് നോക്കിയിട്ട് പറ. ഇങ്ങോട്ട് നോക്ക് വാവേ. പറ. എനിക്ക് തരുമോ അപ്പാപ്പോ? പ്ലീസ് അമ്മയ്ക്ക് തരുമോ? താങ്ക് യു. ഇനി ഞാൻ പോയി കുളിക്കട്ടെ ഗൈസ്. ഈ എണ്ണല്ലേ, ഈ എണ്ണ മേത്തേച്ചിട്ട് വേണം എനിക്കും കൂടി കുളിക്കാൻ. ഓക്കെ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു ഗൈസ്. എന്നാൽ കുറച്ച് മിഷ്യലുണ്ട് അലക്കാൻ, അതൊന്ന് അലക്കിയാലോ. കുളിയും കഴിഞ്ഞ് മിഷ്യലിൽ അലക്കാനിട്ടതിന് ശേഷം എന്നാൽ പിന്നെ വിചാരിച്ചു ഉലുവ കഞ്ഞി കുടിക്കട്ടെ എന്ന്. ഇപ്പോൾ കർക്കിടകമായതിനെ കൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കഞ്ഞി കുടിക്കാറ്. അങ്ങനെ ഉലുവ കഞ്ഞി കുടിച്ച് കുറച്ച് സമയം കഴിഞ്ഞ നേരം പൊടി ഉണ്ടായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു പൊടി അങ്ങ് തിന്നോന്ന്. അങ്ങനെ ഞാൻ പൊടി തിന്ന് തുടങ്ങുമ്പോഴത്തേ അമ്മ പറഞ്ഞു ഞാനിങ്ങ് പോയിക്കേന്ന്. അമ്മയ്ക്ക് എവിടെയോ വർക്കുണ്ട് കേട്ടോ. അപ്പം അമ്മ അതിന് പോകാൻ വേണ്ടി നോക്കും. അപ്പം കല്ലുണ്ട്, അച്ഛൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്, അവരോട് കഥ പറയാണ്. ടാറ്റ എടുത്തു ഞാൻ. ടാറ്റല്ല അമ്മേ. ടാറ്റ ടാറ്റ എടുക്കും ഞാൻ. അങ്ങനെ അമ്മമ്മ പോയതിന് ശേഷം ഇതാ മേമയും മോളും കൂടിയുള്ള കളിയാണ്. ഉമ്മ വെക്കുന്നൊരു ഭാഗത്ത്, കടിക്കുന്നൊരു ഭാഗത്ത് കുസൃതി ഉണ്ട് കേട്ടോ, ഇല്ലാണ്ടൊന്നുമല്ല. അങ്ങനെ ഇതാ എന്നാൽ മിന്നു പറഞ്ഞു കല്ല് നമുക്ക് സെൽഫി എടുത്താലോ. എന്താണെന്ന് ആർക്കറിയാം. കല്ല് എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവർ തമ്മിൽ ഫോട്ടോ എടുപ്പായിട്ടോ. ഞാനത് കുറച്ച് നേരമൊക്കെ കണ്ട് അങ്ങനെ അത്യാവശ്യ ഘട്ടത്തിലൊക്കെ കല്ലു നിൽക്കലുള്ളൂ കേട്ടോ. അങ്ങനെ കല്ലുവിന് ഉറക്കിയതിന് ശേഷം മുറ്റത്ത് നല്ല വെയിലുണ്ട്. എന്നാൽ പിന്നെ മൊത്തം അങ്ങ് ആറിയിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും മിന്നും മൊത്തം ആറിയിട്ട് ഇതാ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. കല്ലും മോൾ ഉറങ്ങുക, എന്നാൽ പിന്നെ വേഗം ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. ചക്കക്കുരു ഉണ്ട്, മാമ്പിൻ്റെ ഉപ്പേരി ഉണ്ട്, പിന്നെ നാരങ്ങ അച്ചാറും. അത് കഴിഞ്ഞ് പിന്നെ മിന്നു അന്നേരം ഫോണിൽ കളിക്കുക. അങ്ങനെ ഇതാ കല്ലു മോൾക്ക് ചോറൊക്കെ കൊടുത്ത് അവൾ എണീറ്റ് ചോറൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ കളിയിലായിട്ടോ. ഒറ്റയ്ക്ക് എന്തേലും ടി വി ഇങ്ങനെ തുറന്നിട്ട് അവൾ കാണുമൊന്നുമില്ല കേട്ടോ. ടി വി തുറന്ന ഒരു ഭാഗത്ത് കല്ലുവിൻ്റെ കളി ഒരു ഭാഗത്ത്. അങ്ങനെ അവൾ കുറച്ച് നേരം കളി തുടങ്ങി. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ സന്ധ്യ ആയതിനു ശേഷം ഇതാ വീണ്ടും അവൾ ഇതെവിടെ നിന്ന് എന്തൊക്കെയോ കാണുക. എന്താ ടി വി കാണാ? കണ്ടോ? ഹോർലിക്സ് ഉണ്ടേനും പൊറാട്ട ഉണ്ടേനും. ഹോർലിക്സ് ഞാൻ കുടിച്ചു, പൊറാട്ട എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ ഡേ ഇങ്ങനെയായിരുന്നു. ഓക്കേ.